ഓം ശാന്തി. ഒരു ശിവരാത്രിയും കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം ശിവഭഗവാനെ പാപങ്ങളെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഹരൻ, പാപകടേശ്വരൻ എന്നും ജന്മമരണരഹിതനായതുകൊണ്ട് അമർനാഥനെന്നും മുക്തി നൽകുന്നതുകൊണ്ട് മുക്തേശ്വരൻ എന്നും ദേവന്മാരെ പോലും ദേവൻ ആക്കിയത് എന്നർത്ഥത്തിൽ ദേവദേവൻ, മഹാദേവൻ എന്നും സമസ്ത ജീവജാലങ്ങളുടെയും നാഥൻ എന്നർത്ഥത്തിൽ പശുപതിനാഥൻ, ആത്മാവിനും ദേഹത്തിനും രോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് വൈദ്യനാഥൻ എന്നും കാമാരി, കാലാരി, കാലകാലൻ, മഹാകാലൻ എന്നും ഒക്കെ നിരവധി നാമങ്ങളിൽ പ്രശംസിക്കാറുണ്ട്. എല്ലാവരും ആ ഒരു ശിവനെ തന്നെയാണ് അവരവർക്കറിയുന്ന രീതിയിൽ അവരവർക്കറിയുന്ന പേരിൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ലൗകികനാഥൻ, ത്രിഭുവനനാഥൻ എന്നൊക്കെ മഹിമ പാടാറുണ്ട്. ദിവസവും നമ്മൾ നാമം ജപിക്കാറുണ്ട്, കീർത്തനങ്ങളും ഭജനകളും ഒക്കെ പാടാറുണ്ട്, പ്രസാദം സമർപ്പിക്കാറുണ്ട്, ക്ഷേത്ര ദർശനം ചെയ്യാറുണ്ട്, വഴിപാടൊക്കെ നടത്താറുണ്ട്. മുഖ്യമായ ശിവൻ്റെ ദിവസങ്ങളിലൊക്കെ പ്രദോഷം, തിരുവാതിര തുടങ്ങിയ ദിവസങ്ങളിൽ വിശേഷ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ശിവരാത്രിയിൽ വ്രതമോ അല്ലെങ്കിൽ ഉപവാസമോ ഒക്കെ ചെയ്യും, ജാഗരണവും നടത്താറുണ്ട്. അല്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ഭസ്മമാകാത്തത്? പാപം ഭസ്മമുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ കുറയണ്ടേ, രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കുറയണ്ടേ? കുറയുന്നില്ല എന്ന് മാത്രമല്ല, നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. ശിവനെ സന്തോഷിപ്പിക്കാനും ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകാനും ഉള്ള സഹജമായിട്ടുള്ള മാർഗം എന്താണ് ശിവഭഗവാന്റെ നാമം, രൂപം, ദേശം, കാലം? എപ്പോഴാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ അവതരിക്കുന്നത്? ഈശ്വരൻ വലിയ ആളാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നമുക്കെന്താ? നമ്മളെന്തിനാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? ഈശ്വരൻ്റെ കർത്തവ്യം എന്താണ്? നമുക്കെങ്ങനെ അതിൽ ഭാഗഭാക്കാകാൻ പറ്റും? എപ്പോഴും ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാം, അങ്ങനെയാണോ? നമുക്കും ഭഗവാനോട് ചില കടമകളൊക്കെ ഇല്ലേ? നാട്ടുകാരോട് കടമയുണ്ട്, വീട്ടുകാരോട് കടമയുണ്ട്, ബന്ധുക്കളോട് കടമയുണ്ട്. ഭഗവാനോട് നമുക്ക് കടമയില്ലേ? എന്താണ് ഈശ്വരനോട് നമുക്കുള്ള കടമ തുടങ്ങിയവയെല്ലാം നമുക്ക് ചോദ്യങ്ങളാണ്, നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ്. മറ്റു ഉത്സവങ്ങളിൽ നമ്മൾ പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാറുണ്ട്. കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്നാണ് പറയാറല്ലേ? വിഷുവിന് എല്ലാ കനികളും കായികറികളും എല്ലാം നമ്മൾ വെച്ചിട്ട് സ്വർണവും നാണയങ്ങളും അല്ലേ, ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വാൽക്കണ്ണാടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കണി കാണുന്നത്. പിന്നെ ദീപാവലിക്കാണെങ്കിൽ 21 വെറൈറ്റി പലഹാരം ഉണ്ടാക്കണം എന്നാണ് ചടങ്ങ്, അങ്ങനെ ചെയ്യാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് കുറഞ്ഞ പക്ഷം ഒരു പാൽപ്പായസങ്ങളും നമ്മൾ ഉണ്ടാക്കും വീട്ടിൽ, അല്ലേ? പക്ഷെ ശിവരാത്രിക്ക് മാസം എന്താണ് ജലപാനം മാത്രം ചെയ്തുകൊണ്ട് ഉപവസിക്കാൻ ആവശ്യപ്പെടുന്നത്, ഉറക്കളിക്കാൻ ആവശ്യപ്പെടുന്നത് തുടങ്ങിയ എന്തുകൊണ്ടാണ് കുംഭമാസത്തിലെ അമാവാസി ദിവസം തന്നെ ശിവരാത്രി ആഘോഷിക്കുന്നത് തുടങ്ങിയ ഗഹനമായ പല രഹസ്യങ്ങളും അതിൻ്റെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശിവനും ഞാനും എന്ന ഈ ഓൺലൈൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അനുദിനം ലോകത്തിൽ ദുഃഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖമില്ലാത്തതായിട്ട് ഒരു ലോകവുമില്ല. ശരി, ഇന്ന ജാതിയിലുള്ളവർക്ക് ദുഃഖമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന മതത്തിലവർക്ക് ദുഃഖമില്ല എന്നാൽ പിന്നെ നമുക്കും വേണമെങ്കിൽ നമ്മുടെ ആശയങ്ങൾ അപ്രകാരമാക്കാം എന്ന് വിചാരിക്കാൻ. അങ്ങനെ ഏതെങ്കിലും മതമുണ്ടോ? ഏതെങ്കിലും കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് അല്ലെ ക്യാൻസർ പോലത്തെ രോഗങ്ങളാണ്. അതുകൊണ്ട് ദേശം, ഭാഷ, പ്രായം, ജോലി, ശരി ഡോക്ടേഴ്സിന് രോഗം വരില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, വീട്ടമ്മമാർക്ക് വരില്ല എന്ന് പറയാൻ സാധിക്കും. അമ്മമാർക്ക് ജോലിക്ക് പോയവർക്കാണ് ടെൻഷൻ, വീട്ടമ്മമാർക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാ തലത്തിലുള്ളവർക്കും, എല്ലാ നാട്ടിലുള്ളവർക്കും, എല്ലാ ഭാഷ സംസാരിക്കുന്നവർക്കും എല്ലാവർക്കും ഇന്ന് ദുഃഖവും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാമാണ്. അതില്ലാത്തതായിട്ട് ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലം പോലും ഇല്ല.
ഓരോ മാനവൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട്. ദേഷ്യമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദേഷ്യമുണ്ട്, നിരാശ. അതുകൊണ്ട് തന്നെ നിരാശയും വരും ജീവിതത്തിൽ. അത്യാഗ്രഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം, അഹങ്കാരം. ഒന്നുകിൽ അഹങ്കാരമായിരിക്കും, അല്ലെങ്കിൽ അപകർഷതാബോധമായിരിക്കും. തുടങ്ങിയവ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് കടന്നുകൂടിയിരിക്കുകയാണ്. ഒരു രാജ്യം പോലും, ഒരു സ്ഥലം, ഒരു വ്യക്തിയോ പോലും ഇല്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഇതൊന്നുമില്ല എന്ന് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് പോലും ഇല്ല. അപ്പോൾ ഈ ലോകത്തിനൊരു മാറ്റം ആവശ്യമാണ്. ഇങ്ങനെ എത്ര കാലം ഇങ്ങനെ പോകുക? ഒരു മാറ്റം വരണ്ടേ? മാറ്റം വേണ്ടത് വെറും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള തലത്തിൽ മാത്രമല്ല. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഞാൻ ആരാണ്? എൻ്റെ ജന്മോദ്ദേശം എന്തിനാണ് നമ്മളിവിടെ ജനിച്ചത്? എന്താ നമ്മുടെ ജന്മോദ്ദേശം? എൻ്റെ ജന്മോദ്ദേശം എന്താണ്? ഞാൻ എവിടുന്നാണ് വന്നത്? തിരിച്ചെനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? തുടങ്ങിയ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ, ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. അപ്പം നമ്മുടെ വിചാരം, വാക്ക്, പ്രവൃത്തി, നമ്മുടെ ദൃഷ്ടി, ഭാവം, സ്വഭാവം തുടങ്ങിയവ എല്ലാറ്റിലും കാര്യമായിട്ടുള്ളൊരു പരിവർത്തനം വരാൻ തുടങ്ങുകയാണ്. ഞാനും നിങ്ങളും ചേർന്നാണ് ലോകം. നമ്മൾ ഓരോരുത്തരിലും ഈ മാറ്റം വരുമ്പം, നമ്മൾ ഓരോരുത്തരും നല്ല വ്യക്തിയായിട്ട് മാറുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നല്ലൊരു ഭാവി ലോകം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ സൂക്ഷ്മശക്തികളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, സ്വഭാവത്തിൻ്റെ വിശേഷത, ദിവ്യത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവയെ പുരോഗമിപ്പിച്ചിട്ട് വിവേകം ഉപയോഗിച്ചിട്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതം ശോഭനീയമായിട്ട് മാറും. നിരവധി പേർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കും. അവർക്കും അങ്ങനെ ആകാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ഭാവി ലോകം വാർത്തെടുക്കാനുള്ള ആർജവവും അതിനുള്ള കാര്യക്ഷമതയും കരുത്തും നമുക്ക് താനേ വന്നു ചേരും. മുട്ടയുടെ ഉള്ളിലായിരിക്കുമ്പം ആ പക്ഷിയുടെ ലോകം ഇരുണ്ടതാണ്, ഇടുങ്ങിയതാണ്. പുറന്തോട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പം പുറമേയുള്ള ലോകത്തിൻ്റെ വിശാലത ആ പക്ഷിക്കുഞ്ഞിന് അനുഭവിക്കാൻ സാധിക്കുകയാണ്. അതേപോലെ ഈ ദേഹമാകുന്ന ജഡമായ ഈ പാവയുടെ ഉള്ളിലുള്ള ചൈതന്യമായ ആത്മാവാണ് ഞാൻ. ആത്മാവാണ് കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം നമ്മളുടെ ജീവിതം തന്നെ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് ഉയരുകയാണ്, അപ്ലിഫ്റ്റ് ആവുകയാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ നല്ല കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ്. കാഴ്ചപ്പാട് തന്നെ പരിവർത്തനപ്പെടുകയാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശാശ്വതമായ അത്ഭുതമായ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങുകയാണ്, മനസ്സിലാകാൻ ആരംഭിക്കുകയാണ്. അതിനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം മുഴുവനും ലോകത്തിലേക്ക് ആഗോള വ്യാപകമായിട്ട് 147 ശാഖകളിൽ കൂടെ പ്രദാനം ചെയ്യുന്നുണ്ട്. തികച്ചും ലളിതമായ അവതരണം, വ്യക്തവും യുക്തിയുക്തവുമായ ഭാഷ, അനുഭവസമ്പന്നരായിട്ടുള്ള സഹോദരിമാരുടെ സ്നേഹം, വാത്സല്യം, അതിലൂടെ നമുക്ക് ഈ ജ്ഞാനം സഹജമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. ഇവിടെ വന്നെത്തിപ്പറ്റുന്ന ഓരോ വ്യക്തിയും സ്വന്തം വീട്ടിലെത്തിയതുപോലെ ഫീൽ ചെയ്യുകയാണ്. ആ ജ്ഞാനത്തിലേക്കാണ് നമ്മൾ ഞാനും ശിവനും എന്ന ഈ ഓൺലൈൻ കമ്പയിനിലൂടെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. ശിവരാത്രിയുടെ പ്രാധാന്യം എന്താണ്? അല്ലെ, പല ഐതിഹ്യങ്ങളും ശിവരാത്രിയെക്കുറിച്ച് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഐതിഹ്യം പാലാഴി മന്ദനവുമായി ബന്ധപ്പെട്ടതാണ്. അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി മന്ദനം ചെയ്യുമ്പോൾ പല വിശിഷ്ട വസ്തുക്കളും പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആദ്യം മൂദേവി വന്നു, അങ്ങനെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പാലാഴി എന്താണ്? പാലുകൊണ്ടൊരു സമുദ്രം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് ചീത്തയായി പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പ്രദേശത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം ആധ്യാത്മികമായിട്ടുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പറയും ഗുരുമുഖത്ത് നിന്ന് തന്നെ ജ്ഞാനം കേൾക്കണം എന്ന്. യഥാർത്ഥ അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനുഭവയുക്തമായിട്ടുള്ളൊരു ആചാര്യൻ തപസ്സിലൂടെ അനുഭവിച്ചറിഞ്ഞ് ആ വ്യക്തിയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആധ്യാത്മിക ജ്ഞാനത്തെയാണ് പാലാഴിയുടെ ഉപമിച്ചിരിക്കുന്നത്. അധർമ്മോ അഴിമതി അക്രമോ അങ്ങേ അറ്റെത്തുന്നത് കലിയുഗത്തിന്റെ അന്തിമ സമയത്താണ്.
അപ്പോഴാണ് പരമശിവൻ പാരിൽ അവതരിക്കുന്നത്. അതുകൊണ്ട് പാലാഴി കടയുമ്പം വാസുകി ആലഹാല വിഷം ഛർദ്ദിച്ചു. വേറെ ആർക്കും അതിനെ ന്യൂട്രലാക്കാൻ സാധിക്കില്ല. പരമശിവന് മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ പരമശിവൻ ആലഹാല വിഷത്തെ പാനം ചെയ്ത് പാരനെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ആധ്യാത്മിക ജ്ഞാനം പകർന്നു തരുമ്പം തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള സത്യാന്വേഷികൾ, സത്യമായിട്ടുള്ള ഈശ്വര പ്രേമികൾ ഭഗവാന്റെ അടുത്ത് നിന്ന് അത് കേൾക്കാനായിട്ട് എത്തിച്ചേരും. അവരാ ജ്ഞാനം കേട്ടിട്ട്, ജ്ഞാനം കേൾക്കുന്നതിന് വിവിധ തലങ്ങളുണ്ട്. ശ്രവണം, മനനം, പിന്നെ ധാരണ, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അഭ്യസിക്കുക, നിത്യജീവിതത്തിലേക്ക് പകർത്തുക, പിന്നെ എൻ്റെ സ്വരൂപമായി തീരുക എന്ന്. എന്ത് നമ്മൾ പഠിക്കുകയാണെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിലും സംശയരഹിതമായിട്ട് പഠിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ അനുഭവമാകുന്നത്. ഒരു ടൺ അറിവും ഒരു ഔൺസ് അനുഭവവും സമാണെന്ന് പറയും. അറിവിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് അനുഭവം. അനുഭവമാകുമ്പോഴാണ്, നമ്മളതിൻ്റെ സ്വരൂപമാകുമ്പോഴാണ് അറിവ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എങ്ങനെ പശു പോലും ഒരു സ്ഥലത്ത് പുല്ലൊക്കെ തിന്നതിന് ശേഷം ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരുന്നിട്ട് അയവിറക്കാറില്ലേ? ഒരു പരമാത്മാ തരുന്ന ജ്ഞാനം നമ്മൾ മനനം ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചിന്തിക്കുന്നോ നമ്മൾ അങ്ങനെയാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലത്തെ വേണ്ടാത്ത എല്ലാം പുറത്തേക്ക് പോകും. ജ്ഞാനം കേൾക്കും തോറും നമ്മുടെ ഉള്ളിലെ അത്യാഗ്രഹവും അധികാരമോഹവും അഹങ്കാരവും അപകർഷതാബോധവും മടിയും ദേഷ്യവും നിരാശയും ഇതെല്ലാം താനെ പുറത്തേക്ക് പോകും. അതിനെയാണ് ഇരുട്ട് പുറത്തു പോകാൻ വേണ്ടി പാടുപെടേണ്ട ആവശ്യമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തന്നെ ഇല്ലാണ്ടാകും. അതുപോലെ പരമാത്മ ജ്ഞാനം കേൾക്കും തോറും ഇവയെല്ലാം ഇല്ലാണ്ടാക്കാൻ നമ്മൾ പാടുപെടേണ്ട ആവശ്യമില്ല. താനെ ഇവയെല്ലാം പുറത്തേക്ക് പോകും. അതാണ് ആദ്യം മൂദേവി വന്നു എന്ന് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് സാധകൻ സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പം, ജ്ഞാനം മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പം, വിചാരസാഗര മന്ഥനം എന്നാ പറയാം, ചെയ്തുകൊണ്ടിരിക്കുമ്പം ചന്ദ്രൻ വന്നു എന്ന് കാണിക്കുന്നുണ്ട്. ജ്ഞാനം കേൾക്കും തോറും നമ്മുടെ മനസ്സ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. മനസ്സ് ശാന്തമാകും. ചന്ദ്രൻ ശീതളമാണല്ലോ, അതുകൊണ്ടാണ് ചന്ദ്രനായിട്ട് കാണിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ ശീതളതയെ. മനസ്സ് ശീതളമാകും. അധിക രോഗങ്ങളും സൈക്കോസൊമാറ്റിക്കാണ്. മനസ്സ് ശീതളമാകുമ്പോൾ തന്നെ കുറേ രോഗങ്ങൾ മാറും. അതുകൊണ്ടാണ് പാലാഴിൽ നിന്ന് ഐരാവതം വന്നു. ശക്തി, വെറും രോഗം മാറുക മാത്രമല്ല, നമുക്ക് ശക്തി ലഭിക്കുകയാണ്. ഐരാവതം വന്നു, ധന്വന്തരി വന്നു. ദേവന്മാരുടെ വൈദ്യനാണ് ധന്വന്തരി. അപ്പം മനനം ചെയ്യുന്നത് തന്നെ മനസ്സിനുള്ള നല്ല സിദ്ധൌഷധമാണ്. അത് നമുക്ക് കിട്ടുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. മനസ്സിന് രോഗങ്ങൾ മാറുമ്പോൾ ദേഹവും ആരോഗ്യപ്രദമാകും. പണ്ട് കാലത്തെ ആയുർവേദം പറഞ്ഞിട്ടുണ്ട്, ആദിയാണ് വ്യാധിക്ക് കാരണം, രാഗമാണ് രോഗത്തിന് കാരണം എന്ന്. ആവശ്യമില്ലാത്ത ഈ അമിതമായിട്ടുള്ള രാഗങ്ങൾ ഇല്ലാണ്ടാകുമ്പം രോഗം ഉണ്ടാവില്ല. ആദി ഇല്ലാണ്ടാകുമ്പം വ്യാധി ഇല്ലാതാകും. അതാണ് ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടായിട്ട് കാണിക്കുന്ന പാലാഴയിൽ നിന്ന്. മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചൈസ്രവസ് എന്നുള്ള കുതിര വന്നു എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും കുതിരയോട് ഉപമിക്കാറുണ്ട്. ശ്രവിക്കാനുള്ള ഇന്ദ്രിയം ചെവിയാണ്. ആ ചെവിയാകുന്ന കുതിരയ്ക്ക് നല്ലത് മാത്രം കേൾക്കാൻ താല്പര്യം വരും. എന്നുവെച്ചാൽ ജ്ഞാനം മനനം ചെയ്തപ്പം നന്മയുടെ മഹത്വം നമുക്ക് മനസ്സിലാവും, അത് അനുഭവിക്കും തോറും. അപ്പോൾ പിന്നെ നമുക്ക് സാധാരണവും വ്യർത്ഥവും ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല. നല്ലത് മാത്രം കേൾക്കാനായിട്ടുള്ള താല്പര്യം വരും. അതാണ് ഉച്ചൈസ്രവസ് വന്നു എന്ന് കാണിക്കുന്നത്. അങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പം പല ദിവ്യ വസ്തുക്കളും വന്നു. മഹാലക്ഷ്മിയും വന്നു. അല്ല, നമ്മുടെ സംസ്കാര ശ്രേഷ്ഠം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അങ്ങനെയാകും. ഭഗവാൻ ഓർക്കും തോറും ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ ഗുണങ്ങളായിട്ട് മാറും. ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ ഗുണങ്ങളാകുന്നതിനെയാണ് അമൃത് എന്ന് പറയാം. അമൃത് കുടിച്ചാൽ അമരനാകാൻ പറ്റും. എല്ലാ ഗുണങ്ങളുള്ള വ്യക്തിയാണ് അമരൻ. ദേവന്മാർക്ക് എല്ലാ ഗുണങ്ങളുണ്ട്, ഒരു കുറ്റം പോലും ഇല്ല. അതുകൊണ്ടാണ് അവരെ പൂജിക്കുന്നത്. കുറവുള്ളവരെ പൂജിക്കില്ല. ദേവന്മാരുടെ വിഗ്രഹത്തിന് പോലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൂജ ചെയ്യില്ല. ആ ഖണ്ഡിക്കപ്പെട്ട മൂർത്തി പൂജയ്ക്ക് അർഹമല്ല, അത് മാറ്റും. അപ്പോൾ പിന്നെ സാക്ഷാത് ചൈതന്യമായിട്ടുള്ള ദേവന്മാരുടെ കാര്യം പറയണം. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളവരായിട്ട് മാറും. അതാണ് അമൃത്. ആ അമൃത് പാനം ചെയ്യുമ്പോൾ നമുക്ക് അമരനാകാൻ സാധിക്കുകയാണ്. അപ്പോൾ വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറയാറ്. അല്ല, സമ്പത്ത് പോയാൽ സത്യം പറഞ്ഞാൽ ഒന്നും പോയിട്ടില്ല, നമുക്ക് വീണ്ടും സമ്പാദിക്കാൻ വേണമെങ്കിൽ. ആരോഗ്യം പോയാൽ വീണ്ടും ആരോഗ്യം നേടിയെടുക്കാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല.
എല്ലാ അസുഖങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആരോഗ്യം പോയാൽ എന്തോ ചിലത് നഷ്ടപ്പെട്ടു. സംസ്കാരം, സ്വഭാവം ചീത്തയായാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയാം. അപ്പോൾ ആ സ്വഭാവം നന്നായാൽ എല്ലാം നമുക്ക് കിട്ടും. അതാണ് മഹാലക്ഷ്മിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അഷ്ടലക്ഷ്മികളുണ്ട്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, വിജയലക്ഷ്മി, വീരലക്ഷ്മി, സന്താനലക്ഷ്മി, അങ്ങനെ സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക്, അഷ്ട ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുകയാണ് ജ്ഞാനം മനനം ചെയ്യുമ്പോൾ. അതാണ് മഹാലക്ഷ്മി വന്നു എന്ന് കാണിക്കുന്നത്. ഇതൊക്കെ ആധ്യാത്മിക സാധകന് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. നമ്മൾ സാധന ചെയ്താൽ മാത്രം മതി. ജ്ഞാനം ശ്രവിച്ച് ആ പരമാത്മാവിനെ സ്നേഹത്തോടെ ഓർമ്മിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ ഇവയെല്ലാം താനേ വന്നു ചേരും എന്നതുകൊണ്ടാണ് പാലാഴി മന്ദിരത്തിൻ്റെ ആ ഐതിഹ്യം ശിവരാത്രിയുമായിട്ട് ഇത്ര സുപ്രസിദ്ധമായിട്ടുള്ളത്. പരമാത്മ ശിവൻ അവതരിക്കുന്നത്, ഈ സൃഷ്ടിയിൽ വരുന്നത്. പോലീസ് എപ്പോഴാണ് വരിക ലോകത്തിൽ, നാട്ടിൽ എവിടെയാണ് പ്രശ്നമുള്ള അവിടെയല്ലേ പോലീസ് വരാം. ഡോക്ടർ എപ്പോഴാണ് രോഗിയുടെ അടുത്തേക്ക് വരാം. രോഗിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പോലും വയ്യ, അത്രത്തോളം അവശനാകുമ്പോഴല്ലേ ഡോക്ടർ വരാം. അതേപോലെ ഈശ്വരൻ്റെ കർത്തവ്യമാണ് ധർമ്മം പുനഃസ്ഥാപിക്കുക. ശ്രീമദ് ഭഗവത്ഗീതയിലും പറയുന്നില്ലേ, ഏതാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലെ, അധർമ്മോ അഴിമതിയും അക്രമോ അനീതിയും അങ്ങേ അറ്റെത്തുമ്പം ഞാൻ അവതരിക്കുന്നു എന്ന്. പിന്നെ എന്താ ഭഗവാന്റെ കർത്തവ്യം? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം, നന്മകളെ ഉദ്ധരിക്കുക. ചീത്ത ആൾക്കാരെ ദൈവം നശിപ്പിക്കുകയൊന്നുമില്ല, അവരും ദൈവത്തിൻ്റെ കുട്ടികൾ തന്നെയല്ലേ. ഈ വസ്ത്രം അഴുക്കായ നമ്മളെന്താ തീയിലിട്ട് കത്തിച്ച് കളയണോ ചെയ്യുക? വാഷ് ചെയ്തെടുക്കില്ലേ? അതേപോലെ ഈശ്വരനോട് അവതരിക്കുന്നത് പതീതമായ ആത്മാവിനെ പാവനമാക്കാൻ വേണ്ടിയിട്ടാണ്. അസുരനെ പോലായിട്ടുള്ളവരെ ദേവത പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ മനുഷ്യനും അസുരനെ പോലായതുകൊണ്ടാണ് ഈ ലോകത്തിൽ അധർമ്മം ഇങ്ങനെ പെരുകിയിരിക്കുന്നത്. ആ ഓരോ മാനവനും ദേവതയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം സ്വർഗമാകും. അസുരന്മാർ വെച്ചാൽ 2 കൊമ്പും കോമ്പല്ലും ഉണ്ട കണ്ണും കൊടവയറൊക്കെ ഉള്ളവരല്ല. പിന്നെ ആ 2 കൊമ്പ് പിടിവാശിയുടെ അടയാളമാണ്. അഹങ്കാരത്തിൻ്റെയും പിടിവാശിയുടെയും. അഹങ്കാരികൾക്ക് ആ പിടിവാശി ഉണ്ടാവുക. ഉണ്ട കണ്ണ്, കാണുന്നതിനോടുള്ള ആർത്തി, അത് കാണാനും ഇത് കഴിക്കാനും അത് സ്വന്തമാക്കാനും നേടാനുമുള്ള തത്രപ്പാട്. എന്തും ചെയ്ത് എന്തും നേടാം എന്ന് ഒരു നിയമമൊന്നുമില്ല, മര്യാദയൊന്നുമില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കില്ല. തികഞ്ഞ സ്വാർത്ഥത, അതിൻ്റെ അടയാളമാണ് ഉണ്ടക്കണ്ണ് കാണിച്ചിരിക്കുന്നത്. കൊടവയറ് മദ്യപാനത്തിനും ലഹരിക്കും മത്സ്യവും മാംസം തമോ ഗുണ ആഹാരത്തിൻ്റെ അതിനോടുള്ള ആസക്തിയുടെ അടയാളമായിട്ടാണ് കൊടവയർ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവരുടെ ഓരോന്ന് കോമ്പിൽ കാണിച്ചിരിക്കുന്നത് ദേഷ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. ഇങ്ങനെ ഈ ദുർവികാരങ്ങളുള്ള വ്യക്തിയാണ് അസുരൻ. അകാസുരൻ, ബകാസുരൻ, ഇങ്ങനെ കുറേ അസുരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ. ഏത് മനുഷ്യരിലാണോ ദുർവാസനകൾ അങ്ങേയറ്റം നിൽക്കുന്നത് അവരെയാണ് അസുരനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ദേവന്മാർ പറയും അവരുടെ കണ്ണ് താമരപ്പൂവിൻ്റെ ഇതളുപോലെ നീണ്ടതാണ്, കാത് വരയ്ക്ക് നീണ്ട കണ്ണാണ് അവരുടെ എന്ന് പറയും. അവരുടെ ഓരോ അംഗത്തിനെയും കമലനയനം, കമലഹസ്തം, പാതാരവിന്ദം, മുഖാരവിന്ദം, ഓരോ അംഗത്തിനെയും താമരപ്പൂവിനോട് ഉപമിക്കുന്നത്. അവർ നിൽക്കുന്നത് തന്നെ താമരപ്പൂവിലാണ്. അതിൻ്റെ അർത്ഥം എന്താ? താമരപ്പൂ ചെളിയിലാണെങ്കിലും പവിത്രമായിട്ടുള്ള പുഷ്പമാണ്, അതിൽ ചെളി പറ്റിപ്പിടിക്കാറില്ല. വെള്ളത്തിലാണ് അതിൻ്റെ മുഴുവനും പരിവാരം. അതിൻ്റെ മക്കളും കുട്ടികളും പേരക്കിടാങ്ങളും എല്ലാം വേരും തണ്ടും മേലയും മൊട്ടും ഒക്കെ വെള്ളത്തിലാണ്. പക്ഷെ പൂ വെള്ളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, മുകളിലായിട്ട് നിൽക്കുന്നു. അതേപോലെ ദേവന്മാർ എല്ലാം അവിടെ ഏറ്റവും നല്ല സാധനങ്ങൾ, അവിടെ ശരീരവും നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉള്ള നല്ല ശരീരമാണ്. ബന്ധുക്കളും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ദേവലോകത്തിൽ എല്ലാവരും നല്ലവരാണ്. എല്ലാ ഐശ്വര്യവും അവിടെ ഉണ്ട്. പക്ഷേ ഒന്നിനോട് അവർക്ക് ആസക്തിയില്ല, ഒന്നിനോട് മോഹവും മമതയില്ല. ഒട്ടിപ്പിടിക്കാത്ത ജീവിതം, നിസ്സംഗതയോടെയുള്ള ജീവിതം നയിക്കുന്നവരാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് താമരപ്പൂവിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ അസുരനെ പോലുള്ള മനുഷ്യനെ ഭഗവാൻ ദേവതയാക്കാണ്. മാജിക് കാണിച്ചിട്ടൊന്നുമല്ല, ജ്ഞാനം നൽകിയിട്ട്. ജ്ഞാനം കേൾക്കും തോറും നമ്മുടെ ഉള്ളിലത്തെ അജ്ഞതകൾ ഇല്ലാണ്ടാകും. എന്താണ് അജ്ഞത? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദി ഷഡ്വൈരികളും, അതിന് കുറേ വലിയൊരു വംശമുണ്ട്. അതെല്ലാം താനേ ഇല്ലാണ്ടാകുകയാണ് ജ്ഞാനം കേൾക്കും തോറും. ജ്ഞാനം കേൾക്കും തോറും ജ്ഞാനം വിത്താണ്. ജീവിതമാകുന്ന പാടത്ത് ജ്ഞാനമാകുന്ന വിത്ത് വിതച്ചാൽ സദ്ഗുണങ്ങളാകുന്ന ഫലങ്ങൾ കൊയ്യാൻ പറ്റും. അങ്ങനെ ജീവിതം സദ്ഗുണസമ്പന്നമായി തീരാണ്. അങ്ങനെയുള്ളവരെയാണ് ദേവത എന്ന് പറയാം. ഇന്നത്തെ ഈ ലോകം ഇങ്ങനത്തെ ലോകമായതിന് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ഈ ലോകത്തെ ഇങ്ങനെ ആക്കിയത് പൂർണ്ണമായിട്ടും മനുഷ്യൻ തന്നെയാണ്. നമ്മൾ കാരണമാണ് ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിനെ നേരെയാക്കേണ്ടതും. എങ്ങനെ നേരെയാക്കും? അതിനുള്ള വഴി എന്താണ്?
അതിന് നമ്മൾ ഞാൻ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് നമ്മളിവിടെ വന്നത് തുടങ്ങിയ ഗഹനമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കണം. ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എനിക്കും തമ്മിലുള്ള ബന്ധം എന്താണ്, എനിക്ക് ഭഗവാനുള്ള കടമ എന്താണ്, ഭഗവാൻ സത്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യണത്, ഇതൊക്കെ മനസ്സിലാവുമ്പം ഞാൻ ആരാന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ ആത്മാവാണ്, നശിക്കുന്ന ദേഹമല്ല എന്നറിയുമ്പോൾ തന്നെ മരണഭയം നമുക്കില്ലാണ്ടാവാണ്. ഇത് വസ്ത്രം പോലെയാണ് ശരീരം. ഒരു വസ്ത്രം കീറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വേറെ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതേപോലെ ഈ വസ്ത്രം, ഈ ശരീരം വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ആത്മാവിന് അടുത്ത ദേഹം അമ്മയുടെ ഗർഭത്തിൽ 5 മാസമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 5 മാസത്തിന് ശേഷം ഒരു അനക്കുണ്ടാവുന്നത് എന്നാ പറയാം. ശങ്കരാചാര്യർ പറയുന്നത് ആത്മാ ഒരു ദേഹത്തിന് അടുത്ത ദേഹത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത് പുഴു നടക്കുന്ന പോലെയാണ്. വായോണ്ടൊരു ഭാഗം പിടിച്ചിട്ട് പിന്നെയാണ് വാല് വലിക്കുന്നത്, വീണ്ടും വായോണ്ടൊരു ഭാഗം പിടിച്ചിട്ട് പിന്നെ വാല് വലിക്കുന്നത്. ഒരു അടുത്ത ശരീരം റെഡിയായതിനു ശേഷമാണ് നമ്മൾ ഈ ദേഹം വിടുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പം മരണവും നമുക്ക് ദുഃഖമല്ല. പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമുക്കറിയാം അവര് ആത്മാവുണ്ട്, ദേഹം മാത്രമേ വിട്ടിട്ടുള്ളൂ. ആ ആത്മാവ് വേറൊരു ശരീരം ധരിക്കും. പറയില്ല, ആത്മാവ് മരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇരുട്ടുമുറിയിൽ വേഷം മാറാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നൊരു ഫിലിം സോങ് പോലും ഉണ്ട് അല്ലേ. അങ്ങനെ ആത്മാവ് ശരീരമാണ് വസ്ത്രം ഉപേക്ഷിച്ചു എന്നതുപോലെ നമ്മൾ ആത്മാനെ മനസ്സിലാക്കി കഴിയുമ്പം മരണ ദുഃഖവുമില്ല. പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമുക്ക് ദുഃഖവുമില്ല, നമ്മൾ മരിക്കുമോ എന്നുള്ള മരണ ഭയവും നമുക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരു ആറ്റത്തെ പോലും ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, പിന്നെ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ അനശ്വരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്നറിഞ്ഞു കഴിയുമ്പം നോക്കിയാൽ മനസ്സിന് എത്ര ശക്തി കിട്ടി. നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാവരും ആത്മാവാണെന്ന് അറിയുമ്പം നമുക്ക് എല്ലാവരുടെ സമദൃഷ്ടി സമഭാവന ഉണ്ടാവും. ഇന്ന് ലോകത്തിൽ എല്ലാവരും പ്രാധാന്യം കൽപ്പിക്കുന്നത് സമ്പത്തിനും അധികാരത്തിനും പദവിക്കും ഒക്കെയാണ്. അതെന്തുകൊണ്ടാണ്? തന്നെ ദേഹം എന്ന് വിചാരിക്കുന്ന കാരണം. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന വിചാരം ഇതിലേക്ക് അസ്ഥിവാരമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ഇന്ന് ഇഷ്ടപ്പെടുന്ന വ്യക്തി നാളെ നമ്മളെ വെറുക്കാം, ഇന്ന് അടുത്തുള്ള വ്യക്തി നാളെ ദൂരെ പോകാം, ഇന്ന് ജീവനോടുള്ള വ്യക്തി നാളെ മരിച്ചു പോകാം. സ്വന്തം ദേഹം പോലും ഇന്ന് എനിക്ക് മധുരം വളരെ ഇഷ്ടമാണ്, നാളെ ഡയബറ്റിക് ആയ മധുരം കാണുമ്പോഴേ സങ്കടമാണ് അല്ലേ. ഒരിക്കലും നമുക്ക് സന്തോഷം തന്നത് വേറൊരു ദിവസം സന്തോഷം തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ തൊണ്ടയിലുള്ളത് വരയ്ക്കുള്ള തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയോണ്ട് ആ സന്തോഷവും കഴിഞ്ഞു. എന്തെങ്കിലും കേൾക്കുമ്പം ചെവിയിലുള്ളത് വരയ്ക്കും ഒരു സന്തോഷം, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദുഃഖമേ ഇല്ല. അങ്ങനെ വല്ലതും ഉണ്ടോ ലോകത്തിൽ കേൾക്കാനായിട്ട്? അങ്ങനെ ഇതെല്ലാം ക്ഷണികമായിട്ടുള്ള സുഖം നൽകുന്നവയാണ്. ഇനി ക്ഷണികമായിട്ടുള്ള സുഖം എന്നൊന്നും തരില്ല, നാളെ വേണമെങ്കിൽ ഇത് തന്നെ ദുഃഖം തരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പം നമ്മുടെ ബുദ്ധി സമ്പത്ത് അധികാരം തുടങ്ങിയവയ്ക്ക് ഉപരിയാകാൻ പറ്റും. നമ്മളും അതിൻ്റെ പിറകെ ഇങ്ങനെ നെട്ടോട്ട് ഓടില്ല. തീർച്ചയായിട്ടും ലക്ഷ്യം വേണം, സമ്പാദിക്കണം, ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതല്ല എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വെറും കൈയോടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, തിരിച്ച് വെറും കൈയോടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതും ഈ കാണുന്ന ഒന്നുമല്ല കൊണ്ടുപോകാൻ പോണത്. പക്ഷേ കൈ നിറയെ പുണ്യകർമ്മം എടുത്തുകൊണ്ട് പോകണം. അതുകൊണ്ട് പുണ്യം സഞ്ചയിക്കണം. ഏത് കർമ്മമാണോ പറഞ്ഞാൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനും സുഖത്തിനായി വരണം. അതാണ് പുണ്യകർമ്മം. ഇന്നും എന്നും എനിക്കും മറ്റുള്ളവർക്കും ശാന്തിയും സുഖവും സന്തോഷവും നൽകത്തക്ക കർമ്മമാണ് പുണ്യകർമ്മം. അതുകൊണ്ട് ആ കർമ്മത്തിലാണ് നമ്മൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പണ്ഡിതൻ പാമരൻ ധനവാൻ ദരിദ്രൻ എൻ്റെ നാട്ടുകാരൻ വേറെ നാട്ടുകാരൻ ജാതി മതം തുടങ്ങിയ ഭേദഭാവങ്ങളൊക്കെ അവിടെ അർത്ഥരഹിതമായിട്ട് മാറുകയാണ് ആത്മാന്ന് മനസ്സിലാക്കുമ്പോൾ. അധിക പ്രശ്നങ്ങൾ, ലോകത്തിലത്തെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് അപഗ്രഥിച്ച് നോക്കിയേ. നാഷൻസ് തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, ജാതികളുടെ ഇടയിലുള്ള പ്രശ്നമായിക്കോട്ടെ, മതത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഒരു ഓഫീസിലെ പ്രശ്നമായിക്കോട്ടെ, ഒരു വീട്ടിലെ പ്രശ്നമായിക്കോട്ടെ, എല്ലാ പ്രശ്നത്തിൻ്റെയും അപഗ്രഥിച്ചൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയ കാരണം ഞാൻ ആരാണ് എന്ന അറിവിൻ്റെ അഭാവമാണ്, ഞാൻ ആത്മാവാണ് എന്ന അറിവിൻ്റെ അഭാവമാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ സത്യത്തിൽ 90% പ്രശ്നങ്ങൾക്കും നിവാരണം കിട്ടും. നമുക്ക് ലോകത്തെല്ലാവരും കമ്പൽസറി ആയിട്ട് ഇതറിയണം എന്നൊന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ലോകം വേറൊരു തലത്തിലേക്ക് തീർച്ചയായിട്ടും താനെ അപ്ലിഫ്റ്റ് ആകും. ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ തന്നെ മാറിക്കിട്ടും. അതിൻ്റെ അഭാവമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് പരമാത്മ ശിവഭഗവാൻ ഇവിടെ ആ അധർമ്മ അഴിമതിയും അങ്ങേയറ്റെത്തിയിരിക്കുമ്പം കൊടികെട്ടി വാഴുമ്പോഴാണ് ഇവിടെ അവതരിക്കുന്നത്. അതുകൊണ്ടാണ് കുംഭമാസത്തിലെ അമാവാസ്യ ദിവസമാണ് ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി. ആ 12 മണിക്കൂർ രാത്രിയല്ല, പിന്നെ സൃഷ്ടിയുടെ തന്നെ രാത്രിയിലാണ് ഈശ്വരൻ അവതരിച്ചിട്ട്
എങ്ങനെ നമ്മൾ സന്ധ്യ ആകുമ്പം സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തന്നെ വിളക്ക് കൊളുത്തി വയ്ക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ലൈറ്റൊക്കെ ഓൺ ചെയ്യും, ട്യൂബ് ലൈറ്റും ഒക്കെ ഓൺ ചെയ്യും. 1000 ട്യൂബ് ലൈറ്റും 1000 ഫ്ലഡ് ലൈറ്റും സോഡിയം ലൈറ്റും ഓൺ ചെയ്താലും രാത്രി പകലാകുമോ? കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ ഏരിയ വരയ്ക്കും പ്രകാശം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളതെല്ലാം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതേപോലെ വർത്തമാന സമയത്ത് ശ്രീമദ് ഭഗവത്ഗീതയിൽ എവിടെ അറിവില്ലാത്തത്? ബൈബിളിലും ഖുറാനിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഇഷ്ടം പോലെ അറിവുണ്ട്, ലൈറ്റ് ഉണ്ട്, പക്ഷെ ഒക്കെ ഓഫായിരിക്കാം. കൂരിട്ടുള്ള മനുഷ്യൻ ജീവിതത്തിൽ അതൊന്നുമില്ല. അങ്ങനത്തെ കുംഭമാസത്തെ അമാവാസി സമയത്തിന്, രാത്രിയുടെ സമയത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ട് നമുക്ക് ജ്ഞാനം പകർന്നു തരാണ്. സൂര്യൻ ഉദിക്കുമ്പം രാത്രി പകലാകുന്നത് പോലെ പരമാത്മ ഇവിടെ അവതരിച്ചിട്ട് പരമാത്മ കർത്തവ്യം നിറവേറ്റുമ്പോഴാണ് സൃഷ്ടി പകലായി മാറുന്നത്, അഥവാ സത്യുഗമായിട്ട് മാറുന്നത്. കലിയുഗം കഴിഞ്ഞാൽ ഒരു മഹാവിനാശമുണ്ട്, ലോകാവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ ലോകം അങ്ങനെ അവസാനിക്കുകയില്ല, അതൊരു പരിവർത്തനമാണ്. കലിയുഗ സൃഷ്ടി സത്യുഗ സൃഷ്ടിയായിട്ട് പരിവർത്തനപ്പെടുകയാണ്. അപ്പം ഉറക്കളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക എന്നത് മാത്രമല്ല, അത് നല്ല കാര്യമാണ്, ഇടയ്ക്ക് അതും ചെയ്യണം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഉറക്കിളക്കില്ല, ആധ്യാത്മികമായിട്ടുള്ള ഭാഷയിൽ ഉറക്കിളക്കില്ല, ആത്മബോധം അഭ്യസിക്കലാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലത്തെ അജ്ഞതയുടെ ഇരുട്ട് ഇല്ലാണ്ടാവുള്ളൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ള ജാഗരണം. സ്ഥലകാല ബോധമില്ലല്ലോ നമുക്ക് ഉറക്കത്തിൽ. അതേപോലെ ഇന്നെല്ലാവർക്കും യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന ബോധമില്ല. ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ എന്ന മിഥ്യ വിസ്മൃതിയിലാണ് ലോകം. അതാണ് ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി ആ അറിവിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ജാഗരണം എന്ന് പറയുന്നത്. ഉപവാസഞ്ച അരികത്ത് വസിക്കുക. ഉപവംച്ച അരികത്ത്, ഈശ്വരൻ്റെ അരികത്ത് വസിക്കത്തക്ക അളവിന് ഉള്ള അർഹത നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുക. മരിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിരിക്കാൻ സാധിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ജീവിക്കണം. ഇപ്പം എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും ഈശ്വരൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിൽക്കുന്നുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ നുണ പറയുമോ? നമ്മൾ ആരെങ്കിലും പറ്റിക്കോ? ബിസിനസ്സിൽ അമിത ലാഭം എടുത്തിട്ട് ബിസിനസ് ചെയ്യോ? എന്തെങ്കിലും കൈക്കൂലി വാങ്ങോ? തെറ്റായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യോ? ഭഗവാൻ എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈശ്വരൻ്റെ കൂടെ എപ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കർമ്മത്തിലും സംയമനം പാലിക്കുക, ഓരോ കർമ്മത്തെയും പുണ്യമാക്കി മാറ്റുക. അതിന് പേരാണ് ഉപവാസം എന്ന്. അങ്ങനെ ഈ അർത്ഥത്തിലും ഈ ഉദ്ദേശശുദ്ധിയോടും കൂടി നമുക്ക് യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ശിവരാത്രി ആഘോഷിക്കാം. അതിനായി നിങ്ങളെല്ലാവരെയും മഹാശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് ബ്രഹ്മകുമാരീസ് സംഘടിപ്പിച്ചിരിക്കുന്ന ജ്ഞാനം ശിവനം എന്ന ഓൺലൈൻ ക്യാമ്പയിനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പരിചയപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ നേട്ടെടുക്കുന്നതിന് വേണ്ടി അവരിലേക്കെല്ലാം ഈ സന്ദേശം തീർച്ചയായും നിങ്ങളെല്ലാവരും എത്തിക്കുമല്ലോ അല്ലേ? ഓം ശാന്തി. നമുക്ക് കുറച്ച് നേരം ആ ശിവഭഗവാനെ ധ്യാനിക്കാം. ധ്യാനം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും മനസ്സിനുള്ള വ്യായാമമാണ്. ദേഹത്തിൻ്റെ വ്യായാമം നമ്മൾ ചെയ്യാറില്ലേ? അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ആത്മാവിനുള്ള വ്യായാമമാണ്. മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമമാണ്. നമ്മുടെ മനസ്സിന് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അങ്ങനെ ആയിത്തീരാനുള്ള ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ ധ്യാനത്തിൽ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഉറക്കത്തിൽ ഒരു ശബ്ദവുമില്ല, പക്ഷെ എന്തെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. ഒരു പുല്ലോ ഓരോ കല്ല് പോലും ഇല്ല അവിടെ, പക്ഷെ നമ്മൾ എന്തെല്ലാം കാണാറുണ്ട്. 3 ഡയമെൻഷനിൽ മൾട്ടി കളറിൽ എന്തെല്ലാം കാണാറുണ്ട് അല്ലേ? ഇപ്പം നിങ്ങളോട് ഒരാൾ പറയണം, നോക്കി നിങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റ് തുറന്നിട്ട്, നിങ്ങളിപ്പം വീട്ടിൻ്റെ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന് കണ്ടേ മനസ്സുണ്ട്, അകക്കണ്ണെന്നാ പറയാം, ബുദ്ധി നേത്രം എന്നാ പറയാം, കാണാമല്ലോ. അവിടെ ആരോ വീട്ടിൽ ഒരു 12 ചെടിച്ചട്ടികൾ, നല്ല ഭംഗിയുള്ള പൂക്കളുള്ള, നല്ല ജീവനുള്ള, തഴച്ച് നിൽക്കുന്ന 12 ചെടിച്ചട്ടികൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ, വിളവ് നിൽക്കുന്ന പൂക്കളുടെ ചെടികൾ, ആ ചെടിച്ചട്ടികൾ അവിടെ വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട് കാണാം അല്ലേ, ഗേറ്റ് കാണാം, അത് തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. ആ ചെടിച്ചട്ടികളും അതിലുള്ള പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, മനസ്സുണ്ട്. ആ പ്രക്രിയയാണ് മെഡിറ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത് ദേഹം പൂർണ്ണമായിട്ട് ഇവിടെ ശില്പം പോലെ ഉണ്ടാവണം. നാക്ക് പോലും അനങ്ങേണ്ട ആവശ്യമില്ല, ചുണ്ട് പോലും അനങ്ങേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ
മനസ്സുകൊണ്ട് ചിന്തിക്കുക. ബുദ്ധി അതിനെ കാണുക. ഞാൻ പരമാത്മ ശിവ ഭഗവാൻ എന്നിലേക്ക് പ്രകാശം വർഷിക്കുന്നു എന്ന് പറയുമ്പം പ്രകാശം ശിരസ് മുതൽക്ക് ശിരസിലും തോളിലും കൈകാലുകളെല്ലാവരുടെയും തട്ടി ഈശ്വരീയ പ്രകാശം നമ്മളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഫീൽ ചെയ്യുക. അങ്ങനെ എന്ത് പറയുന്നു അത് മനസ്സുകൊണ്ട് കാണുക. അപ്പോൾ എല്ലാവരും തികച്ചും അലേർട്ടായിട്ട്, നടുനിവർന്ന് അലേർട്ടായിട്ട്, അതേ സമയത്ത് റിലാക്സ്ഡായിട്ട് കൈകളും തോളുകളും അയച്ച് റിലാക്സ്ഡായിട്ടിരിക്കുക. ധ്യാനിക്കാനായിട്ട് കയ്യിലുള്ളതെല്ലാം താഴെ വയ്ക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ എൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധയെ കുറച്ച് നേരത്തേക്ക് ധ്യാനത്തിലേക്ക് ഏകാഗ്രമാക്കാൻ തുടങ്ങുകയാണ്. പരിസരത്തുള്ള സർവ്വതും സാവകാശം എൻ്റെ മനസ്സാകുന്ന തിരശ്ശീലയിൽ നിന്ന് അവ്യക്തമായി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതായി ഞാൻ അനുഭവിക്കുന്നു. പുറത്ത് കേൾക്കുന്ന ശബ്ദവും സാവകാശം ലോപിച്ച് സമ്പൂർണ്ണ നിശബ്ദത ഞാൻ അനുഭവിക്കുകയാണ്. യോഗയുക്തമായിരിക്കുന്ന എൻ്റെ രൂപം മാത്രമേ ഇപ്പോൾ മനസ്സാകുന്ന തിരശ്ശീലയിൽ അവശേഷിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ശ്രദ്ധയെ പാദങ്ങളുടെയും കൈകളുടെയും വിരൽത്തുമ്പുകളിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. അവിടെ ഉളവാകുന്ന ശാന്തിയുടെ പ്രകമ്പനങ്ങൾ, സ്പന്ദനങ്ങൾ വളരെ സ്പഷ്ടമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ സുഖകരമായ സ്പന്ദനം, സാവകാശം ദേഹമാസകലം വ്യാപിച്ച് എൻ്റെ ദേഹത്തിൻ്റെ ഓരോ സെല്ലിനെയും ആന്തരിക അവയവങ്ങളെ പോലും ശാന്തമാക്കിക്കൊണ്ട് ഉച്ചവരെ സമ്പൂർണ്ണ ശാന്തമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. റിലാക്സ്. ദേഹത്തിലെ എല്ലാ സിസ്റ്റംസും റിലാക്സ് ആകാനായി ഞാൻ ആജ്ഞാപിക്കുന്നു. റിലാക്സ്, റിലാക്സ്. അത്യധികം ഗഹനമായ ശാന്തിയുടെ ഈ അനുഭൂതിയിൽ
എൻ്റെ ശിരസ്സിന് 4 അടി മുകളിലായി. പരം ജ്യോതിസ്വരൂപനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് ഞാൻ മനോബുദ്ധി നേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കാണുന്നു. ശിവഭഗവാനിൽ നിന്ന് ശാന്തിയുടെ ഊർജം ശക്തമായി എന്നിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ശിരസിലും തോളുകളിലും മുഴുവനും ദേഹത്തിലും പരമമായ പരമാത്മശാന്തിയുടെ ഊർജം പതിച്ച് സമ്പൂർണ്ണ ശാന്തി അനുഭവിപ്പിക്കുകയാണ്. സ്നേഹസാഗരനായ ഈശ്വരൻ ഇപ്പോൾ എന്നിലേക്ക് നിസ്വാർത്ഥവും നിസ്സീമവും സുഖകരവുമായ പരമമായ സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങളാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിനെ മുഴുവനും ഞാൻ എന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തി സമ്പൂർണ്ണ സുരക്ഷിതത്വ ബോധം എന്നിൽ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശിവഭഗവാന്റെ കണ്ണിലുണ്ണിയാണ്. ഇഷ്ടസന്താനമാണ്. ഭഗവാന്റെ ഓമനയാണ് ഞാൻ. അരുമയാണ് ഞാൻ. ശിവഭഗവാന്റെ മുഴുവനും സ്നേഹം എനിക്ക് അവകാശപ്പെട്ടതാണ്. തൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭഗവാൻ എനിക്ക് പ്രാണനേക്കാൾ പ്രിയങ്കരനാണ്. എൻ്റെ പ്രാണേശ്വരനാണ്. ഈശ്വരനുണ്ട് എന്ന ഏകബലം, ആ ഏകവിശ്വാസം എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ. ഭഗവാൻ ഇപ്പോൾ പവിത്രതയുടെ ഊർജം എന്നിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പതീത പാവനനായ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ച് എന്നിൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പവിത്രതയുടെ
ഈശ്വരീയ ഊർജം ജന്മജന്മാന്തരങ്ങളിലായി ഞാൻ ചെയ്ത സകല പാപങ്ങളെയും ഭസ്മീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാത്മ പവിത്രതയുടെ പ്രകാശം എന്നെയും പവിത്ര ആത്മാവാക്കി ശുദ്ധാത്മാവാക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനിൽ നിന്ന് സർവഗുണങ്ങളും എല്ലാ ദിവ്യശക്തികളും ദിവ്യമായ കലകളും അദൃശ്യമായ ഈശ്വര ഊർജമായി എന്നിലേക്ക് പ്രവേശിച്ച് എന്നെ ഈശ്വരന് സമാനം ശ്രേഷ്ഠ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എന്നെ ഈശ്വരനുമായി താദാത്മ്യം പ്രാപിക്കത്തക്ക അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരോർജം ഇപ്പോൾ എന്നിൽ നിന്ന് ദൂരെ ദൂരേക്ക് വ്യാപിച്ച് ഈ പ്രദേശം മുഴുവനും നിറഞ്ഞ് കേരളമെമ്പാടും ഭാരതമെമ്പാടും ഭൂമി മുഴുവനും വ്യാപിച്ച് ഓരോ മാനവനിലും പ്രവേശിച്ച് പ്രവർത്തിച്ച് മാനവനിലെ തിന്മകളെ ഭസ്മീകരിക്കുന്നു. പരമമായ പരമാത്മ ഊർജം സമസ്ത ജീവജാലങ്ങളിലും പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും നിറഞ്ഞ് സർവചരാചരങ്ങളെയും സാത്വിക അവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. ഓരോ വീട്ടിലും ശാന്തിയും സുഖവും കളിയാടട്ടെ. മാനവൻ സകല തിന്മകളിൽ നിന്നും മോചിതനായി ദൈവതുല്യനാകട്ടെ. അക്രമവും അഴിമതിയും അനീതിയും അധർമ്മവും ഈശ്വര പ്രകാശത്തിന്റെ ശക്തിയായി എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകട്ടെ. പഞ്ചഭൂതങ്ങളും സുഖം നൽകുന്നവയായി പരിവർത്തനപ്പെടട്ടെ. വിശ്വസാഹോദര്യം, വസുദൈവ കുടുംബകം എന്നീ ആപ്തവാക്യങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. ആറ്റം ബോംബുകളും യുദ്ധക്കോപ്പുകളും ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി സമാപ്തമാകട്ടെ. യുദ്ധം ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാനവ സമൂഹം വളരട്ടെ.
സർവത്ര നന്മ നിറയട്ടെ. എല്ലാവരുടെയും മംഗളം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സുഖം അനുഭവിക്കാൻ കഴിയട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.